നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 6-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. ഇപ്പോൾ ശനിയാഴ്ച മകയിര നക്ഷത്രം. മകയിര നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിൽ പോലും ശനി ആണ് ഇന്നത്തെ ദിവസം. ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ഇപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ മന്ദനാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ലോവിലേ ശനിയിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ സൂക്ഷിച്ചിടപെടണം. ഈസി ആയിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്ന് ശനിയാഴ്ച ദിവസം കരുതരുത്. കാര്യങ്ങളൊന്നും തന്നെ അത്ര ഈസി ആയിട്ടല്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾക്ക് ഇടപെടേണ്ടത്. നമുക്ക് 50-50 ചാൻസ് മാത്രമേ ശനിയുടെ ദിവസങ്ങളിൽ കാര്യങ്ങൾക്കുള്ളൂ. അത് മനസ്സിലാക്കി പോകണം. അതുപോലെ വൃശ്ചിക മാസത്തിലെ മകയിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ശനി മന്ദനാണ്. കാര്യങ്ങളെ തടസ്സപ്പെടുത്തും, സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളെ കൊടുക്കുന്നവനാണ് ശനി. അപ്പോൾ ശനിയെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഒരു വർഷത്തെ ഫലത്തെയാണ്. ഇപ്പോൾ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിയാഴ്ച പറ്റുമെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ഒരു ശനീശ്വര യന്ത്രം, ധനമോ മറ്റ് നഷ്ടങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ പ്രൊട്ടക്ഷനായിട്ട് നമ്മളെ ദേഹത്തോ അല്ലെങ്കിൽ പേഴ്സിലോ നമ്മളെ ബാഗിലോ നമ്മളെ കൂടെ കരുതണം. അത് നമ്മളെ ഒരു 50% ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശനീശ്വരൻ്റെ ദിവസമായതുകൊണ്ട് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 9 മണി മുതൽ 10:30 മണി വരെ രാഹുകാല സമയം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9 മണി 24 മിനിറ്റിനെ ആരംഭിക്കുകയുള്ളൂ. 10:50 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. അതേപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗുളികനെയും യമകണ്ഠനെയും ശ്രദ്ധിക്കണം. ഗുളികകാല സമയം വരുന്നത് 6:32 തൊട്ട് 7:58 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 1 മണി 41 മിനിറ്റ് തൊട്ട് 3:07 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇല്ല, ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്ത സമയമെടുത്ത് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കാതെ പോകും എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ മാത്രം ഇന്ന് അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:52 തൊട്ട് 12 മണി 40 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കറുപ്പോ നീലയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് കറുത്ത വസ്ത്രമാവട്ടെ നീലയാവട്ടെ, ഇല്ലെങ്കിൽ ഇത് മിക്സ് ആയിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ശനിയുടെ നെഗറ്റീവ് കുറയ്ക്കാനും ശനിയുടെ പോസിറ്റീവ് എനർജി കൂട്ടാനും സഹായിക്കും. ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ കഷ്ടത വരാതെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.